off. ചാന്ദ്രയാൻ 3ന്റെ ചരിത്ര വിജയവും ആദിത്യ L1 ഉൾപ്പെടെയുള്ള ദൗത്യങ്ങളിലൂടെ ലോക ബഹിരാകാശ ശക്തികളുടെ പട്ടികയിൽ ഇന്ത്യയെ മുൻനിരയിലെത്തിച്ച ISRO അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കൂടുതൽ നിർണായകമായ ദൗത്യങ്ങളുമായി മുന്നേറുകയാണ്. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള ഗഗൻയാൻ പദ്ധതി, ചന്ദ്രനിൽ നിന്ന് സാമ്പിളുകൾ ഭൂമിയിലെത്തിക്കുന്ന ചാന്ദ്രയാൻ 4, ശുക്രഗ്രഹ പര്യവേഷണം, അത്യാധുനിക ഭൂനിരീക്ഷണ ആശയവിനിമയ ഉപഗ്രഹങ്ങൾ തുടങ്ങി ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുതിയ അധ്യായങ്ങൾക്ക് തുടക്കമിടുന്ന നിരവധി പദ്ധതികളാണ് ISROയുടെ പ്രവർത്തന പട്ടികയിലുള്ളത്. ഈ ദൗത്യങ്ങൾ ശാസ്ത്രീയ ഗവേഷണത്തിനും ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കും അപ്പുറം ദേശീയ സുരക്ഷ, ദുരന്ത നിവാരണം, കാർഷികം, കാലാവസ്ഥാ നിരീക്ഷണം, ആശയവിനിമയം, സാമ്പത്തിക വികസനം തുടങ്ങിയ മേഖലകളിലും രാജ്യത്തിന് വലിയ നേട്ടങ്ങൾ സമ്മാനിക്കുമെന്നാണ് പ്രതീക്ഷ. പരിശോധിക്കാം വിശദമായി. ഞാൻ ഗ്രീഷ്മ. 2026 ജൂലൈക്ക് ശേഷം വിക്ഷേപിക്കാനാണ് GSAT-1A ഉപഗ്രഹം ലക്ഷ്യമിടുന്നത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് GSLV Mark II റോക്കറ്റിലായിരിക്കും വിക്ഷേപണം. ജിയോ സ്റ്റേഷനറി ഭ്രമണപഥത്തിൽ പ്രവർത്തിക്കുന്ന ഈ ഉപഗ്രഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യയെ തുടർച്ചയായി നിരീക്ഷിക്കാൻ കഴിയുമെന്നതാണ്. ചുഴലിക്കാറ്റ്, വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, കാട്ടുതീ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അതിവേഗം ലഭ്യമാക്കാൻ ഇതിലൂടെ സാധിക്കും. അതോടൊപ്പം കാർഷിക വിളകളുടെ അവസ്ഥ, വനമേഖലകളിലെ മാറ്റങ്ങൾ, ജലസ്രോതസ്സുകളുടെ നിരീക്ഷണം, അതിർത്തി സുരക്ഷ, നഗരവികസന പദ്ധതികൾ എന്നിവയ്ക്കും ഈ ഉപഗ്രഹം നിർണായക വിവരങ്ങൾ നൽകും. ഇന്ത്യയുടെ ആദ്യ മനുഷ്യ ബഹിരാകാശ ദൗത്യത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവയ്പ്പാണ് ഗഗൻയാൻ G1. 2026 മൂന്നാം പാദത്തിൽ വിക്ഷേപിക്കാനാണ് ഈ ആളില്ലാ പരീക്ഷണ ദൗത്യം ലക്ഷ്യമിടുന്നത്. ക്രൂ മൊഡ്യൂളിന്റെ പ്രവർത്തനം, ജീവൻ രക്ഷാ സംവിധാനങ്ങൾ, അടിയന്തര സുരക്ഷാ സംവിധാനങ്ങൾ, ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്കുള്ള സുരക്ഷിതമായ തിരിച്ചുവരവ്, കടലിൽ പേടകം വീണ്ടെടുക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ എന്നിവയെല്ലാം ഈ ദൗത്യത്തിലൂടെ വിശദമായി പരിശോധിക്കും. മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയക്കുന്നതിന് മുൻപുള്ള ഏറ്റവും നിർണായകമായ പരീക്ഷണഘട്ടമായാണ് ഇതിനെ വിലയിരുത്തുന്നത്. G1 ദൗത്യം വിജയകരമായാൽ 2026 അവസാനത്തോടെ ഗഗൻയാൻ G2 വിക്ഷേപിക്കാനാണ് ISROയുടെ പദ്ധതി. ഈ ദൗത്യത്തിൽ മനുഷ്യന് പകരം വ്യോമമിത്ര എന്ന മനുഷ്യ സദൃശ റോബോട്ടായിരിക്കും ബഹിരാകാശ പേടകത്തിൽ യാത്ര ചെയ്യുക. പേടകത്തിനുള്ളിലെ അന്തരീക്ഷം, വിവിധ ഉപകരണങ്ങളുടെ പ്രവർത്തനം, ജീവൻ രക്ഷാ സംവിധാനങ്ങളുടെ കാര്യക്ഷമത, വികിരണത്തിന്റെ സ്വാധീനം എന്നിവ വിലയിരുത്തുക എന്നതാണ് വ്യോമമിത്രയുടെ പ്രധാന ദൗത്യം. മനുഷ്യ ബഹിരാകാശ യാത്ര പൂർണ്ണ സുരക്ഷിതമാക്കുന്നതിനുള്ള അവസാനഘട്ട വിലയിരുത്തലായി ഈ പരീക്ഷണത്തെ കണക്കാക്കുന്നു. രാജ്യത്തിന്റെ ഉപഗ്രഹ ആശയവിനിമയ ശൃംഖല കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി GSAT-3-2 ഉപഗ്രഹവും ISRO വികസിപ്പിച്ചു വരികയാണ്. ബ്രോഡ്ബാൻഡ് സേവനങ്ങളുടെ നിലവാരം ഉയർത്തുക, ഇന്റർനെറ്റ് ലഭ്യത കുറവുള്ള ഗ്രാമീണ വിദൂര പ്രദേശങ്ങളിൽ ആശയവിനിമയ സൗകര്യങ്ങൾ വ്യാപിപ്പിക്കുക, സർക്കാർ സേവനങ്ങൾ, ടെലിമെഡിസിൻ, ഓൺലൈൻ വിദ്യാഭ്യാസം, ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവ കൂടുതൽ കാര്യക്ഷമമായി ജനങ്ങളിൽ എത്തിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ഈ ഉപഗ്രഹത്തിന് ഉള്ളത്. ഉയർന്ന റെസല്യൂഷനിൽ ഭൂമിയുടെ ചിത്രങ്ങൾ പകർത്താൻ ശേഷിയുള്ള CartoSat-3B ഉപഗ്രഹവും വിക്ഷേപണത്തിനായി തയ്യാറെടുക്കുകയാണ്. പ്രതിരോധ ആവശ്യങ്ങൾ, അതിർത്തി നിരീക്ഷണം, നഗരാസൂത്രണം, റോഡ് റെയിൽ പദ്ധതികൾ, അടിസ്ഥാന സൗകര്യ വികസനം, കാർഷിക മേഖല, വനസംരക്ഷണം, ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകളിൽ ഈ ഉപഗ്രഹം നൽകുന്ന ചിത്രങ്ങൾ നിർണായക പങ്കുവഹിക്കും. ISROയുടെ ഏറ്റവും അഭിമാനകരമായ ഭാവി പദ്ധതികളിൽ ഒന്നാണ് ചാന്ദ്രയാൻ 4. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര സാമ്പിൾ റിട്ടേൺ ദൗത്യമായാണ് ഇത് പരിഗണിക്കപ്പെടുന്നത്. ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് മണ്ണും പാറകളും അടങ്ങുന്ന സാമ്പിളുകൾ ശേഖരിച്ച് സുരക്ഷിതമായി ഭൂമിയിൽ എത്തിക്കുകയാണ് ദൗത്യത്തിന്റെ ലക്ഷ്യം. ചന്ദ്രന്റെ രൂപീകരണം, ധാതു സമ്പത്ത്, ഭൗമശാസ്ത്ര ഘടന എന്നിവയെക്കുറിച്ച് കൂടുതൽ കൃത്യമായ പഠനങ്ങൾക്ക് ഈ ദൗത്യം വഴിയൊരുക്കും. ശുക്രഗ്രഹത്തെ കേന്ദ്രീകരിച്ചുള്ള ഇന്ത്യയുടെ ആദ്യ പര്യവേഷണ ദൗത്യവും ISROയുടെ പ്രധാന പദ്ധതികളിൽ ഒന്നാണ്. ശുക്രന്റെ അന്തരീക്ഷം, കാലാവസ്ഥ, മേഘപാളികൾ, അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ, ഉപരിതല ഘടന എന്നിവയെക്കുറിച്ച് വിശദമായ പഠനം നടത്തുകയാണ് ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം. ഭൂമിയുമായി സാമ്യമുള്ളതെങ്കിലും അത്യന്തം പ്രതികൂല സാഹചര്യങ്ങളുള്ള ശുക്രഗ്രഹത്തെക്കുറിച്ചുള്ള പുതിയ ശാസ്ത്രീയ വിവരങ്ങൾ ഈ ദൗത്യത്തിലൂടെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ജപ്പാനിലെ ജാക്സയുമായി സഹകരിച്ച് നടപ്പാക്കുന്ന ലുപെക്സ് ദൗത്യവും ISROയുടെ ഭാവി പദ്ധതികളിൽ പ്രധാന സ്ഥാനത്താണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ മേഖലയിൽ ജലഹിമത്തിന്റെ സാന്നിധ്യം, മറ്റ് പ്രകൃതി വിഭവങ്ങൾ, ഭാവിയിൽ മനുഷ്യവാസത്തിന് അനുയോജ്യമായ സാഹചര്യങ്ങൾ എന്നിവ കണ്ടെത്തുകയാണ് ഈ സംയുക്ത ദൗത്യത്തിന്റെ ലക്ഷ്യം.
ചന്ദ്രനിൽ ദീർഘകാല ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുള്ള ഭാവി പദ്ധതികൾക്ക് ഇതിലൂടെ നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. ഈ ദൗത്യങ്ങളിൽ പലതിന്റെയും അന്തിമ വിക്ഷേപണ തീയതികൾ ISRO ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എല്ലാ സാങ്കേതിക പരിശോധനകളും സുരക്ഷാ വിലയിരുത്തലുകളും പൂർത്തിയായ ശേഷമായിരിക്കും ഔദ്യോഗിക തീയതികൾ പ്രഖ്യാപിക്കുക. മനുഷ്യ ബഹിരാകാശ യാത്രകൾ മുതൽ ചന്ദ്രനിൽ സാമ്പിളുകൾ ശേഖരിക്കുന്ന ദൗത്യം വരെയും ശുക്രഗ്രഹ പര്യവേഷണം മുതൽ അത്യാധുനിക ഉപഗ്രഹ വിക്ഷേപണങ്ങൾ വരെയും വ്യാപിക്കുന്ന ഈ പദ്ധതികൾ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണത്തെ പുതിയ ഉയരങ്ങളിൽ എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ശാസ്ത്രീയ മുന്നേറ്റത്തിനൊപ്പം ദേശീയ സുരക്ഷ, ദുരന്ത നിവാരണം, ആശയവിനിമയം, കാർഷിക വികസനം, ബഹിരാകാശ വ്യവസായം എന്നിവയിലും ഈ ദൗത്യങ്ങൾ രാജ്യത്തിന് ദീർഘകാല നേട്ടങ്ങൾ സമ്മാനിക്കുമെന്നാണ് പ്രതീക്ഷ.